എനിക്കറിയാമേ, ഒന്ന് പോയി തരാവോ? ഹലോ കൂട്ടുകാരി, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം അപ്പൂസിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മളൊരു ഇന്റർവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ഇന്റർവ്യൂ എടുക്കുന്നതിന്റെ സന്തോഷത്തിൽ ഒരാൾ അംഗനവാടിയിൽ നിന്ന് ഓടി വന്നതാണ്. അവിടെ കുട്ടികളോടൊക്കെ പറഞ്ഞു ഇന്ന് ഇവിടെ എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നേരത്തെ പോകണമെന്നും പറഞ്ഞ ഒരാള് ഇതൊക്കെ കഴിഞ്ഞ് നേരത്തെ ചാടി വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അപ്പൂസാണ്. അപ്പൂസ് വളരെ ഗൗരവമായിട്ടിരിക്കുകയാണ്. എന്താ അറിയില്ല, ഒരു ഹലോ കൊടുത്തേ, ക്യാമറയിലോട്ട് നോക്കി ഹലോ കൊടുക്കും. ഹലോ. അപ്പം അപ്പൂസിനോട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം വെറുതെ ചുമ്മാതെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തപ്പം അപ്പൂസ് പറഞ്ഞു ഇനിയും ഇന്റർവ്യൂ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു ഇന്ന് നമുക്കൊരു ഇന്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞു. അതിന് ഒരാൾ ഓടിപ്പിടിച്ച് വന്നതാണ്. അങ്ങനെ അപ്പൂസ് ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ അവിടെ അവരുടെ അമ്മയോട് പറഞ്ഞു എനിക്കിന്ന് ഇന്റർവ്യൂ ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ അംഗനവാടിയിലൊക്കെ പോയിട്ട് ഓടി എനിക്കിന്ന് വരണം, എനിക്കിന്ന് ഭയങ്കര തിരക്കാന്നൊക്കെ പറഞ്ഞ ഒരാൾ റെഡിയായി ഒരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പേരെന്താണ്? അപ്പു. അപ്പു എന്നാണ് പേര്. സ്കൂളിലൊക്കെ വിളിക്കുന്ന പേരേതാ? അഭിദാൻ എന്നാണ്. അപ്പം അഭിദാന് ഇന്ന് എന്താണ് അംഗനവാടി പഠിപ്പിച്ചത്? ഒന്നും പഠിപ്പിച്ചില്ല. ഇന്ന് അംഗനവാടിയിൽ ഒന്നും പഠിപ്പിച്ചില്ലേ? ഇല്ലേ? ഓ, അത് ഭയങ്കര ഒരു കഷ്ടമായി പോയല്ലോ ഇന്ന്. പിന്നെ എന്തിനാണ്, ഉറങ്ങാനായിട്ടാണോ താങ്കൾ പോയത്? ഇന്ന് താങ്കൾ എന്തിനാണ് അംഗനവാടി പോയത്? സ്കൂളില് താങ്കളുടെ ടീച്ചർ റേച്ചൽ ടീച്ചർ അല്ലായിരുന്നു നേരത്തെ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയതായിട്ട് വന്ന അംഗനവാടിയിലെ ടീച്ചറുടെ പേരെന്താണ്? പുതിയതായിട്ട് നിങ്ങൾക്ക് ടീച്ചർ വന്നില്ലേ, 2 ടീച്ചർമാര്? രഞ്ജനിയും രജനിയുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ടീച്ചർ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഒന്നും പഠിപ്പിച്ചില്ല. ആ ടീച്ചർ ഒന്നും പഠിപ്പിക്കാതെ ചുമ്മാ ഇരിക്കുക അവിടെ ആണോ? ABCD പാട്ട് പാടാമോ അംഗൻവാടി പഠിപ്പിക്കുന്നേ? വെരി ഗുഡ്. അപ്പൊ അപ്പുവാണോ അവിടുത്തെ ഫസ്റ്റ് ആയിട്ട് നന്നായിട്ട് പഠിക്കുന്നത്? നീ തന്നെയാണ് പഠിക്കുന്നത് അവിടെ. ഇവിടെ 2 പോത്തും കുട്ടികളുണ്ട്. പോത്തിന്റെ പേരെന്താണ്? കുട്ടനും മണിയനും. അല്ല, തെറ്റിപ്പോയി. താങ്കളുടെ ആൻസർ ഇന്ന് തെറ്റിപ്പോയി. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കിവിടെ 2 പോത്ത് കുട്ടികളുണ്ട്. ആ പോത്തിന്റെ 2 പോത്ത്. അപ്പൊ ആ 2 പോത്തിന്റെ പേരെന്താണ്? കണ്ണനും കൂട്ടനും. പിന്നെ ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, അതിന്റെ പേരെന്താ? മണിയൻ എന്നാണ്. മണിയനൊരു അമ്മയുണ്ടായിരുന്നു, മരിച്ചു പോയത്. ആ, അതിന്റെ പേരെന്നാ? മണിയനും. പിന്നെ എനിക്കറിയാമേ, ഒന്ന് പോയി തരാവോ? ഇന്റർവ്യൂല് അവനെ ശല്യം ചെയ്യാൻ വന്ന ആൾക്കാരോട് പോയി തരാമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഇവിടെ എടാ ജൂലി. ഓക്കെ, ഇനി നമുക്ക് ക്രിസ്മസിന് നമ്മളൊരു പാട്ട് പാടുന്നുണ്ടല്ലോ. ആ പാട്ട് കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതനില കാതോരും കാതോരും കേട്ടിരുന്നു കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതനിലായി കാതോരും കാതോരും കേട്ടിരുന്നു വീർത്തം പറക്കുന്ന. ഓ, അപ്പൊ നല്ലൊരു നല്ലൊരു പാട്ടാണ് അപ്പുക്കുട്ടൻ പാടിയിരിക്കുന്നത് അല്ലേ? നല്ല സൂപ്പർ ഒരു പാട്ടാണ് പാടിയത്. ഓക്കെ, അപ്പുക്കുട്ടൻ രാവിലെ എന്താണ് കഴിക്കുന്നത്?
ഇഷ്ടപ്പെട്ട സാധനം ചപ്പാത്തിയാണോ? അതെ. ആണോ? കറി എന്താണ് ചപ്പാത്തിയുടെ കൂടെ? മീൻകറിയാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചപ്പാത്തി ഫുഡ് രാവിലത്തെ അല്ലേ? ഓക്കെ. അപ്പൊ അങ്കൻവാടിയിൽ എന്താ കിട്ടുന്നത്? അങ്കൻവാടി ചോറൊക്കെ കിട്ടും. ഉപ്പുമാവ് ഇപ്പം കിട്ടുന്നില്ലേ? അത് താങ്കൾ എന്താണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? മിനിഞ്ഞാന്ന് കഴിക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. ഓക്കെ. ആരെയാണ് കല്യാണം കഴിക്കുന്നത്? ആക്ഷിയെ കല്യാണം കഴിക്കണമെന്നാണ് അവൻ പറയുന്നത്. എന്നാണ് കല്യാണം? മിനിഞ്ഞാന്നായിരുന്നു കല്യാണം. കല്യാണത്തിന് ഞങ്ങൾക്കൊക്കെ എന്താണ് കഴിക്കാൻ തരുന്നത്? ബിരിയാണിയും പൊരിച്ച കോഴി. ബിരിയാണിയും പൊരിച്ച കോഴിയുമാണ് അവന് വാശിയും തമ്മിലുള്ള കല്യാണത്തിന് എല്ലാരും കഴിക്കാൻ കൊടുക്കുന്നത്. ഐസ്ക്രീം ഒന്നുമില്ല? ഇല്ല, അതൊക്കെ ഭയങ്കര ചെലവായതുകൊണ്ട് അവൻ ഐസ്ക്രീം തരത്തില്ലെന്നാ പറയുന്നത് അല്ലേ? അപ്പൂസിന് ഈ ചെടികളുടെ പേരൊക്കെ അറിയാമോ? ഓക്കെ, ഓരോന്ന് പരിചയപ്പെടുത്താമോ? ജമന്തി, പിന്നെ ഇത് വാടിയ ജമന്തിയാ. ആ ഓക്കെ, കരിഞ്ഞു പോയ ജമന്തിയാ. ബന്ദിപ്പൂവ് അല്ല, ജമന്തി. ആ ഓക്കെ. ആ നീലപ്പൂവ് ഏതാ? നീലപ്പൂവ് ഇഷ്ടമുള്ളൊരു പേരിട്. ഇതിന്റെ പേരാണ് എന്തുവാ? ആഹാ, നല്ല റോസ. അതൊക്കെ എന്തുവാ? അകത്തെന്തുവാ? മതി. എങ്ങനെയുണ്ട് പൂവ് മണത്തിട്ട്? നല്ല പൂവാണ് മണത്തിട്ട്. മതി മണത്തത്. എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു. ബൈ ബൈ.